25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ഈസ്റ്റ് ഒറ്റപ്പാലം പുതിയ പാലത്തിന്റെ നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിലാണെന്ന് കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ PMA ജലീൽ. ഈസ്റ്റ് ഒറ്റപ്പാലം പുതിയ പാലത്തിന്റെ നിർമ്മാണം ഒച്ചിഴയുന്ന വേഗത്തിലെന്ന് കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ PMA ജലീൽ. ഇതിലും വലിയ പാലമായ തൂതപ്പാലം നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടും ഈസ്റ്റ് ഒറ്റപ്പാലം പാലം ഇഴഞ്ഞു നീങ്ങുന്നത് സ്ഥലം MLAയുടെയും സർക്കാരിന്റെയും അനാസ്ഥയാണെന്നും ജലീൽ ചൂണ്ടിക്കാണിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് വരെ യാതൊരു വേഗതയിലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒച്ചിന്റെ വേഗതയിലാണ് ഈ പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം നിർമ്മാണം തുടങ്ങിയ തൂതപ്പാലം ഉൾപ്പെടെ ഇതിലേറെ മീറ്ററുകൾ വലിപ്പമുള്ള തൂതപ്പാലം, ഇതിലേറെ വീതിയുള്ള തൂതപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കഴിഞ്ഞു. ഈ കിഴക്കേ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒച്ചിൻ്റെ വേഗതയിൽ നീങ്ങുന്നത് ഇവിടുത്തെ നിലവിലുള്ള MLAയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും തികഞ്ഞ അനാസ്ഥയാണ്. ഇതിനെതിരെ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിലേക്ക് അയക്കണമെന്ന് കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പ്രമേയമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അത് സർക്കാരിലേക്ക് അറിയിക്കും എന്നും കൂടി കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. തുടർന്നുള്ള നടപടി ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാതെയാണ് പാലം പണി നടക്കുന്നതെന്നും അതുകൊണ്ടാണ് ഒരു ഭാഗം മണ്ണിടിഞ്ഞതെന്നും PMA ജലീൽ ആരോപിച്ചു. പൊതുമരാമത്ത് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ അത് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരിക്കുന്നു. ഇനി മഴ കനക്കുന്നതോടുകൂടി അത് വീണ്ടും മറ്റു രൂപത്തിലേക്ക് മാറും. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ യാതൊരു ശാസ്ത്രീയമായ നടപടി സ്വീകരിക്കാതെയാണ് ഇത് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.